എന്ത് കാര്യവും പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. അതല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് .com, അവസാന സമയത്ത് അത് എങ്ങനെയെങ്കിലും ചെയ്ത് അവസാനം. അങ്ങനെയുള്ള പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന പ്രശ്നമുള്ള ആൾക്കാരുകളാണോ? അങ്ങനെയുള്ളവരാണെങ്കിൽ അവരിത് മടിയല്ല, അവർക്ക് ഒരിക്കലും മടി കൊണ്ട് ചെയ്യുന്നതല്ല. അവർക്ക് ഇമോഷനുമായി ഇതിനൊരു കണക്ഷൻ ഉണ്ട്, അവരുടെ ബ്രെയിനുമായിട്ട് ഇതിന് കൊഗ്നിറ്റീവ് ഏരിയ ആയിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരിക്കും, ആ കാര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ വ്യക്തിക്ക് ചിലപ്പോൾ ജോലിയോ പഠനമോ അല്ലെങ്കിൽ എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇമോഷണലി അവര് വിഷമിക്കുന്നത് കൊണ്ട്, അതിലൊരു ഇമോഷൻ പ്രോബ്ലം ഉള്ളത് കൊണ്ട് അവരത് മാറ്റി പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് വർഷങ്ങളോളം വരെ മാറ്റിവെക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നത്തിന് പറയുന്ന പേരാണ് പ്രോക്രാസ്റ്റിനേഷൻ. തീർച്ചയായിട്ടും അത് പ്രോപ്പർ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സ്നോബോൾ എഫക്റ്റ് ടെക്നിക്സ്, ഈറ്റ് ദാറ്റ് ഫ്രോഗ് ടെക്നിക്ക്, അതുപോലെ തന്നെ വിഷ്വലൈസേഷൻസ്, ഇതൊക്കെ ഹെൽപ്ഫുൾ മെത്തേഡ്സ് ആണ്.